എൻ്റെ ഈ യാത്ര കണ്ട എല്ലാവരും വിചാരിക്കും എന്തോ വലിയ കാര്യം ചെയ്യാൻ പോകുന്ന പോലെയായിരിക്കും. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. ഒരാഴ്ചയ്ക്ക് വേണ്ടിയുള്ള പച്ചക്കറി മേടിക്കാൻ പോവുകയാണ്. ഇങ്ങനെ കണക്ക് കൂട്ടിയാണ് പോണത്. ഒരാഴ്ച എന്തൊക്കെ വേണം, എന്തൊക്കെ വെക്കണമെന്ന്. ഇവിടെ ബറ്റൻ്റേൽ ഒരു വലിയൊരു പച്ചക്കറി മണ്ടിയുണ്ട്. അവിടെ പോയി വല്ലപ്പോഴൊക്കെയാണ് പോണത്. എപ്പോഴും പോവാറൊന്നുമില്ല. മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ പോകും. ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ അവിടെ പോകുന്നത്. ഇവിടെ വന്നിട്ട് അവിടെ വന്ന് മേത്തിയുടെ വില ചോദിച്ചു. മേത്തി 15 രൂപ ഒരു കെട്ട്. പാലക്ക് 10 രൂപ ഒരു കെട്ട്. അങ്ങനെ അവിടുന്ന് അത് മേടിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇരിപ്പുണ്ട്. ഓരോരുത്തരടുത്തും പോയി ഓരോ സാധനത്തിന്റെയും വില ചോദിക്കും. അടുത്ത് ഇപ്പുറത്തെ കടയിൽ വന്ന് വെറും പച്ചമുളക് മാത്രമുള്ള ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ നോക്കിയപ്പോൾ പച്ചമുളകിനൊക്കെ നല്ല വില. ഇപ്പുറത്ത് ചക്ക ഇരുന്നു. ഞാൻ അതിനെ ഇങ്ങനെ എടുത്തു നോക്കി. അതിനകത്ത് ചുളയൊക്കെ ഉണ്ടോന്ന്. 2ഓ 3ഓ ചുളയേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇത് മൊത്തത്തിലല്ലേ തൂക്കുന്നത്. 60 രൂപയാണ് കിലോ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അതിനകത്ത് വേറെ നോക്കിയപ്പോൾ കിട്ടിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മേടിച്ചേനെ. ഈ ചേമ്പ് മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വേണ്ട, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ മേടിക്കാം. ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കി വെക്കും. എന്തൊക്കെ മേടിക്കണം എന്നൊക്കെ നോക്കി നോക്കി വെച്ചിട്ടാണ് ഓരോന്ന് മേടിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടോ, ചെറിയ നമ്മുടെ കദ്ദുവില്ലേ, അതിന്റെ കുഞ്ഞാണ്. ഇത് കക്കിടി. കക്കിടി കിലോ മേടിക്കാൻ നോക്കിയപ്പോൾ 100 രൂപ. പിന്നെ അടുത്ത് മേടിക്കാന്ന് കരുതി. इसका नाम क्या है? सिंगरा। അങ്ങനെ അവിടുത്തെ കുറച്ച് പച്ചക്കറികളെല്ലാം മേടിച്ചു. ഓരോരുത്തരും ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നോക്കും. നമ്മൾ നോക്കുമല്ലോ. നമുക്ക് പിന്നെ എല്ലായിടത്തും ഇങ്ങനെ സാധനം മേടിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ പോയി നോക്കണം എന്തൊക്കെ ഉണ്ട്, ഏതൊക്കെയാണ് എന്ന്. ഒരു സാമ്പാർ വെക്കാൻ ഇങ്ങനെ ആലോചിച്ച് പോകും. മിക്കവാറും ദോശയോ ഇഡലിയൊക്കെ ആണല്ലോ രാവിലെ കാപ്പിക്ക്. അപ്പം സാമ്പാറിന് വേണ്ട സാധനങ്ങളെല്ലാം അങ്ങനെ ഇങ്ങനെ നോക്കി. അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ കണ്ട്. തേങ്ങ എടുത്ത് നോക്കിയപ്പോൾ നല്ല വെള്ളമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ വീട്ടിൽ 2 ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. മാങ്ങയുടെ വില ചോദിച്ചപ്പം 200 രൂപ കിലോ. പക്ഷെ അത് ഒരു വാട്ടം പിടിച്ചതുപോലെ പിതുങ്ങുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ചിലപ്പം നല്ല ഫ്രഷ് വരുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തുനിന്ന് ക്യാരറ്റ് എടുത്ത്. 20 രൂപ ക്യാരറ്റ് കിലോയ്ക്ക്. പക്ഷെ നല്ല വലിയ ക്യാരറ്റ് ആയിരുന്നു കേട്ടോ. അതെടുത്ത്. പക്ഷെ ഇതിന് ചെറിയൊരു മധുരമാണ്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി വീട്ടിലേക്കുള്ള യാത്ര.